അധോലോക നായകനായ ദാവൂദ് ഇബ്രാഹിം ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ട്. ഹൃദയാഘാതത്തെ തുടർന്ന് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലെ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി സിജു സുഗതൻ ചേരുന്നുണ്ട്. സിജു, എങ്ങനെയാണ് റിപ്പോർട്ടുകൾ? സൗമ്യ, ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ അതായത് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലാണെന്നും അതീവ ഗുരുതരാവസ്ഥയിലുമാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ തന്നെ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാൻ തന്നെ ഉണ്ട് എന്നതിന് തെളിവുകൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് അടക്കം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരുന്നില്ല. ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ അഡ്രസ് സംബന്ധിച്ച്, അതായത് കറാച്ചിയിലെ ക്ലിഫ്റ്റൺ റോഡിലെ അഡ്രസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെ അന്നൊരു ദേശീയ മാധ്യമം പുറത്തുവിട്ടിരുന്നു. അതായത് മുംബൈ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം വിവിധ രാജ്യങ്ങൾ, അതായത് പോർച്ചുഗൽ, അതോടൊപ്പം തന്നെ ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താമസമായ തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം വർഷങ്ങളായി ഇപ്പോൾ പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ദാവൂദ് ഇബ്രാഹിം സ്ഥിരമായി താമസിക്കുന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും പാകിസ്ഥാന് കൈമാറുകയും പാകിസ്ഥാനോട് ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും തന്നെ സ്ഥിരീകരണം നൽകാനോ അല്ലെങ്കിൽ ദാവൂദ് പാകിസ്ഥാൻ തന്നെ ഉണ്ട് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായ നിലപാട് ഒരിക്കലും പാകിസ്ഥാൻ കൈക്കൊണ്ടിരുന്നില്ല. മാത്രമല്ല, ഈ തെളിവുകൾ സംബന്ധിച്ച് രാജ്യം തന്നെ ഐക്യരാഷ്ട്രസഭയ്ക്കടക്കം തെളിവുകൾ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നില്ല. അക്കാര്യത്തിൽ ഒരു ഉറപ്പും അവരുടെ ഭാഗത്തു നിന്ന് വരികയുമുണ്ടായില്ല. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 61-കാരനായ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിൽ ഹൃദ്രോഗത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. D3 ബ്ലോക്ക് 14 ക്ലിഫ്റ്റൺ കറാച്ചി എന്നാണ് ദാവൂദിന്റെ വിലാസം എന്ന് നേരത്തെ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനിലെ തന്നെ അതിസമ്പന്നർ താമസിക്കുന്ന മേഖലയാണ് ക്ലിഫ്റ്റൺ. അവിടെ തന്നെയാണ് ഏകദേശം 10 വർഷത്തിലധികമായി ദാവൂദ് താമസിച്ചു വരുന്നതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ഇക്കാര്യം, അതായത് ദാവൂദിന്റെ അനുയായി ഛോട്ടാ ഷക്കീൽ ഫോണിലൂടെ ഇക്കാര്യം നിഷേധിച്ചു എന്നാണ് വാർത്തയും പുറത്തു വരുന്നത്. ഏതായാലും മുംബൈയിലെ അതായത് ഏറെക്കുറെ 92-ലെ മുംബൈ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം രാജ്യം വിട്ട ദാവൂദ് ഇബ്രാഹിം ഇതുവരെ എവിടെയാണെന്നുള്ള സംബന്ധിച്ച വ്യക്തമായൊരു ധാരണകൾ ലഭിച്ചിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി അതായത് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ സംഘടനയുടെ അറിവോട് കൂടിയതാണ്, പാകിസ്ഥാൻ സർക്കാരിന്റെ അറിവോട് കൂടി തന്നെയാണ് കറാച്ചിയിൽ സ്ഥിരതാമസമായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് പ്രമേഹബാധിതനായതിനെ തുടർന്ന് ഗാംഗ്രീൻ, അതായത് കാലിലെ ഞരമ്പുകളിലെ രക്തോട്ടം നിലച്ച് കാല് മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം ഹൃദയ അസുഖത്തെ തുടർന്ന്, അതായത് ഹൃദയം തകരാറായതിനെ തുടർന്ന് കറാച്ചിയിലെ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് പാകിസ്ഥാനോ അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ മാധ്യമങ്ങളിലോ അത്തരത്തിലുള്ള ഒരു വാർത്തകൾ പുറത്തു വരുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. സൗമ്യ, സിജുവാണ് വിവരങ്ങൾ നൽകിയത്.